ഞാനിപ്പോ അതാ ചോദിക്കുന്നത്. ഇപ്പൊ ഒരാൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഡി ജി പിയുടെ കണ്ടുപിടുത്തം എങ്ങനെയാണെങ്കിൽ എന്തിനാ സസ്പെൻഡ് ചെയ്തത്? അവർ നാളെ മുതലെടുത്ത് ജോലി കേട്ടിട്ട്. ഏതായാലും അക്രമത്തിന് കുട പിടിക്കുന്നവരാണ് ഈ സർക്കാർ. അതുകൊണ്ട് പിന്നെ എന്തിനാ അവർ ഈ പറയുമ്പോൾ അവരെ കഞ്ഞുകൂടി മാറ്റി ഇത് കളഞ്ഞിട്ട് ഈ പാവപ്പെട്ടവരെ മൂന്നുപേരെ കഞ്ഞുകൂടി മാറ്റി കളഞ്ഞിട്ട് അവർ ഇപ്പൊ ഭരിച്ചുകൊണ്ട് പോണത്. അപ്പൊ അവർക്ക് തന്നെ അറിയാൻ വൈകി, അവർക്ക് തന്നെ അറിയാൻ വൈകിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്, അവർക്ക് തന്നെ അറിയാൻ തെറ്റായിട്ടുള്ള വഴിയിലാണ് കൊടുത്തിട്ടുള്ളത്, അവർക്ക് തന്നെ അറിയാം ഇത് ലേറ്റ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ കുറ്റക്കാർക്കെതിരെ കർശനമായിട്ട് നടപടിയെടുക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞത്. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവർ ആദ്യം എന്തുകൊണ്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുത്തില്ല? ആരുടെ സമ്മർദ്ദം കൊണ്ടാണ്? ശ്രീ ജയപ്രകാശ്, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കേരള പോലീസിന് വീഴ്ച പറ്റി താങ്കളുടെ പരാതി ഉണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം DGPയോട് റിപ്പോർട്ട് ചോദിച്ചു. ഇന്ന് റിപ്പോർട്ട് പുറത്തു വെച്ചാൽ കേരള പോലീസിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല, അന്വേഷണം ശരിയായ രീതിയിലാണ് പോയെന്ന് DGPയുടെ മറുപടി. എന്താണ് താങ്കളുടെ ഈ അവസരത്തിൽ പറയാനുള്ളത്? അല്ല, ഡി ജി പിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം കാണിച്ചു വെച്ചിരിക്കുന്ന ശുദ്ധ മണ്ടത്തരം അവർ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഡി ജി പിക്ക് അങ്ങനെയല്ല, പിന്നെ എങ്ങനെ പറയണം? കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മൂടാൻ വേണ്ടിയിട്ട് ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തത് ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയത്തിൽ ആഭ്യന്തരമന്ത്രി ഇവിടെ ഇടപെട്ട് കാണും. ഇത് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനായിട്ട്. പ്രഖ്യാപിച്ചതാരാ? ആഭ്യന്തര സെക്രട്ടറി, അതും ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ്. പറഞ്ഞത് ആരോടാ? ഡി ജി പിയോട്, അതും ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ്. അന്വേഷിക്കേണ്ടത് ആരാ? അല്ലെങ്കിൽ റിപ്പോർട്ട് ആർക്കെതിരെയാ കൊടുക്കേണ്ടത്? പോലീസുകാർക്കെതിരെയല്ലേ കൊടുക്കേണ്ടത്? അതും ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ആകുമ്പോഴേ അവരെല്ലാരും ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിനകത്ത് കിടന്ന് കളിക്കുമ്പോഴേ അവർക്കെതിരായിട്ട് എങ്ങനെയാണ് അവർ ആക്ഷൻ എടുക്കുന്നത്? അവരെ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ആൾക്കാർക്കെതിരെ ആക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ആക്ഷൻ എടുക്കില്ല. അപ്പൊ ഡി ജി പി പറഞ്ഞത് കറക്റ്റ് അല്ലേ? അവർ അത് യാതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാന്നുള്ള കാര്യമല്ലേ ഉള്ളത് ഈ പറയുമ്പോൾ. താങ്കൾ ഇതിനെപ്പറ്റി ആദ്യം പരാതി പറഞ്ഞപ്പോൾ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതെ, അതെന്തിനാണ്? അതന്ന് ആൾക്കാരെ മുമ്പ് അവർ കണ്ണിൽ പൊടിയിടാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പം അവരെ പ്രതിപക്ഷം അവർക്കെതിരെ തിരിയുമായിരിക്കും, അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ കക്ഷികൾ തിരിയുമായിരിക്കും, അല്ലെങ്കിൽ കുടുംബം അവർക്കെതിരെ തിരിയുമായിരിക്കും എന്നൊക്കെ അവർക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട്. അത് എല്ലാവരുടെ കണ്ണിൽ പൊടിയിട്ട് പെട്ടെന്ന് അങ്ങ് നിർത്തണം. അതുകൊണ്ട് അവർ അപ്പൊ ഒരു 3 പേരെ സസ്പെൻഡ് ചെയ്തങ്ങ് വെച്ചു. ഞാനിപ്പോ അതാ ചോദിക്കുന്നത്. ഇപ്പൊ ഒരാൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഡി ജി പിയുടെ കണ്ടുപിടുത്തം എങ്ങനെയാണെങ്കിൽ എന്തിനാ സസ്പെൻഡ് ചെയ്തത്? അവർ നാളെ മുതലെടുത്ത് ജോലി കേട്ടിട്ട്. ഏതായാലും അക്രമത്തിന് കുട പിടിക്കുന്നവരാണ് ഈ സർക്കാർ. അതുകൊണ്ട് പിന്നെ എന്തിനാ അവർ ഈ പറയുമ്പോൾ അവരെ കഞ്ഞുകൂടി മാറ്റി ഇത് കളഞ്ഞിട്ട് ഈ പാവപ്പെട്ടവരെ മൂന്നുപേരെ കഞ്ഞുകൂടി മാറ്റി കളഞ്ഞിട്ട് അവർ ഇപ്പൊ ഭരിച്ചുകൊണ്ട് പോണത്? അവരെ കൂടെ എടുത്ത് ജോലി കേട്ടിട്ട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ അത്രയ്ക്ക് ഒരു സിൻസിയറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചുകൊണ്ടിരുന്ന് പ്രൊഫോമ അങ്ങോട്ട് മാറ്റി കളിച്ചുകൊണ്ടിരുന്ന്? DGP റിപ്പോർട്ട് വേറെ പറയുന്നുണ്ട്, പ്രൊഫോമ റിപ്പോർട്ട് ഒരിക്കലും വൈകിട്ടില്ല, എല്ലാം അതിന്റേതായ രീതിയിലാണ് പോയിട്ടുണ്ടെന്ന്. വൈകിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്തത്? അന്ന് അവർ 26-ാം തീയതി അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിലെ പറഞ്ഞിട്ടുള്ളത് അതിൽ കുറ്റക്കാർക്കെതിരെ കർശനമായിട്ട് നടപടിയെടുക്കണം. എന്തുകൊണ്ട് വൈകി എന്നുള്ളത്. അപ്പൊ അവർക്ക് തന്നെ അറിയാൻ വൈകി, അവർക്ക് തന്നെ അറിയാൻ വൈകിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്, അവർക്ക് തന്നെ അറിയാൻ തെറ്റായിട്ടുള്ള വഴിയിലാണ് കൊടുത്തിട്ടുള്ളത്, അവർക്ക് തന്നെ അറിയാം ഇത് ലേറ്റ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ കുറ്റക്കാർക്കെതിരെ കർശനമായിട്ട് നടപടിയെടുക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞത്. അവർ കറക്റ്റായിട്ട് ബോധ്യം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഈ ഡൽഹിക്ക് അയക്കേണ്ട സാധനം കൊച്ചിക്ക് അയക്കേണ്ടത്. അല്ല, ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ലല്ലോ അതൊന്നും. ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു CBI അന്വേഷണം ഈ മാസം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? അല്ല, ഈ വർഷം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? മാർച്ച് 9-ാം തീയതിയല്ലേ ഈ CBI അന്വേഷണം വന്നിട്ടുള്ളത്? ഈ മാർച്ച് 9-ാം തീയതിക്ക് ശേഷം എല്ലാ ദിവസവും ഓരോ CBI അന്വേഷണം ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഓരോ ആഴ്ചയും വന്നിട്ടില്ലല്ലോ, ഓരോ മാസവും വന്നിട്ടില്ലല്ലോ. ഈ 2 മാസത്തിനിടയ്ക്ക് ഒരൊറ്റ CBI അന്വേഷണമല്ലേ വന്നിട്ടുള്ളൂ. ഈ ഒരൊറ്റ CBI അന്വേഷണം ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തിനായി ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത്? അപ്പൊ അവർക്കറിയാം അവർക്ക് പറ്റിയ ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ല, ഇതിലെങ്ങനെയെങ്കിലും അട്ടിമറിക്കണം, ഇനി അവർക്കെതിരെ അവരെ ആൾക്കാരെ രക്ഷപ്പെടുത്തണം. ഇത് അറിഞ്ഞുകൂടാത്തവരല്ലല്ലോ ഞാൻ, അല്ലെങ്കിൽ ഈ ജനങ്ങൾ, എല്ലാവർക്കും അറിയാം. മറ്റൊരു കാര്യം, താങ്കൾ ഇപ്പൊ 2 ദിവസമായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിലും CBIയുടെ മുമ്പിലും മൊഴി കൊടുക്കാൻ പോയിട്ടുണ്ട്. താങ്കൾ ഇപ്പൊ അവരെ അന്വേഷണ വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും അവർ അന്വേഷണ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ അവർ മൊഴി കൊടുക്കാൻ പോകുമ്പോൾ വിളിച്ചതും. നമ്മൾ തന്നെ ആവശ്യപ്പെട്ടാണല്ലോ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. നമ്മൾ തന്നെ ആവശ്യപ്പെട്ടാണല്ലോ ദേശീയ അവകാശ കമ്മീഷൻ ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവർ പറയുന്ന തെളിവുകളോ അല്ലെങ്കിൽ അവർ പറയുന്ന മൊഴികളോ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ കൊണ്ടുപോയി മൊഴി കൊടുത്തതും എന്റെ കൈവശമുള്ള കാര്യങ്ങളെല്ലാം അവരെ കൊടുത്തത്. എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്.
പക്ഷേ താങ്കൾ ഇതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എതിരെ ഒരു സമരമായിട്ട് ക്ലിഫ് ഹൗസിന് മുമ്പിൽ പോകുന്നു. ആ സമരം ഇനി മുന്നോട്ടുണ്ടോ അതോ പിന്മാറിയിരിക്കുകയാണോ? ആ സമരത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറിയിട്ടില്ല. ഞാൻ അങ്ങനെ പിന്മാറും. ഇന്നത്തെ നിങ്ങൾ കണ്ടല്ലോ അവരുടെ റിപ്പോർട്ട്. അവർക്ക് ആർക്കും തെറ്റ് പറ്റിയിട്ടില്ല, പ്രൊഫോമ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം എന്റെ മകളെ കൊന്നത് പോട്ട്, അത് പോയിട്ട് ഇവരെല്ലാവരെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ആരൊക്കെയാണ്? ഇത് ആരാണ് ഇതിനെ ലേറ്റ് ആക്കിയത്? എവിടെ നിന്നാണ് ലേറ്റ് ആക്കിയത്? സെക്രട്ടേറിയറ്റിൽ അന്വേഷിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഇത് അവർ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ലേറ്റ് ആയിരിക്കുന്നു, ഈ സാധനം അയച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊച്ചിയിലോട്ട് അയച്ചു. കൊച്ചിയിലോട്ട് അയച്ചിട്ട് എറണാകുളത്ത് ഡൽഹിയിലോട്ട് അയക്കേണ്ട സാധനം കൊച്ചിയിലോട്ട് അയച്ചു. അപ്പൊ ഇതിന് ആരാണ് ഉത്തരവാദി ആരാണ്? അതിന്റെ കുറ്റക്കാരാരാണ്? എനിക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ. അത് 2-3 കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഡീനിനെ, ആ പെൺകുട്ടിയെ എന്തുകൊണ്ട് കേരള പോലീസ് കൈയൊഴിഞ്ഞു വിട്ടു, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ആരുടെ സമ്മർദ്ദം മൂലമാണ് ചെയ്യാത്തത്? അതും ഈ CBI അന്വേഷണവുമായിട്ട് ബന്ധമില്ല. CBI അവർ അന്വേഷിക്കട്ടെ. CBI അന്വേഷണത്തിന് സംശയം കൊണ്ടോ ആ രീതിയിലോ അല്ല ഞാൻ സമരം ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം എന്തുകൊണ്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുത്തില്ല, ആരുടെ സമ്മർദ്ദം കൊണ്ടാണ്? ഇപ്പൊ അടുത്ത ഒരു കാരണം കൂടായി. അവർ ഇത്രയും ലേറ്റ് ആക്കിയിട്ട് ഇത്രയും കളിച്ചുകൊണ്ടിരുന്നിട്ടും അവർക്ക് ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിന് ആർക്കും തെറ്റ് പറ്റിയിട്ടില്ല എന്ന റിപ്പോർട്ട് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സാധനം കൊച്ചിക്ക് അയക്കേണ്ടത്, ഡൽഹിക്ക് അയക്കേണ്ട സാധനം കൊച്ചിക്ക് പോയി അവിടെ തട്ടിക്കളിച്ചുകൊണ്ടിരുന്നത്? ഈ പ്രൊഫോമ ലിസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവര് മനഃപൂർവ്വം ഇത് ലേറ്റാക്കാൻ വേണ്ടിയിട്ടാണ്, മനഃപൂർവ്വം അന്വേഷണം ലേറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആഭ്യന്തര സെക്രട്ടറി ഉത്തരവിട്ടല്ലോ ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്, കണ്ടെത്തി ഉടനെ റിപ്പോർട്ട് തരണമെന്ന്. അപ്പം കണ്ടെത്തിയ ഈ ലേറ്റാക്കിയ ഉദ്യോഗസ്ഥന്മാർ ആരുമില്ല. ഇപ്പൊ എല്ലാവർക്കും ക്ലീൻ ചീറ്റ്. ഇപ്പോഴും അവർക്ക് കൊലയാളികളെ സംരക്ഷിക്കണം, ആ ഒരു രീതിയിലാണ് പോകുന്നത്.